സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായ്ക്കളെ ദയാവധം നടത്താൻ അനുമതി നൽകാൻ ധാരണ. വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാം. ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാം. തീരുമാനം മന്ത്രി എം വി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് അവലോകന യോഗം ചേർന്നത്. വിപഞ്ചികയുടെയും മകളുടെയും മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഷാർജയിൽ സംസ്കരിക്കാതെ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നും ഭർത്താവിനല്ലേ നിയമപരമായ ആവശ്യമെന്നും കോടതി ചോദിച്ചു. മരണത്തിൽ സംശയമുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് കുടുംബം ഹർജി നൽകിയത്. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു തലാലിന്റെ കുടുംബം. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്നും വൈകിയാലും ശിക്ഷ നടപ്പാക്കണമെന്നും സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. കുടുംബത്തിന് ഈ വിഷയത്തിൽ ഐക്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രം അറിയിച്ചു. കുടുംബവുമായി ചർച്ച തുടരുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നു മുതൽ 20 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാന് മുകളിൽ ശക്തമായ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും ബോംബ് ഭീഷണി. ഇന്ന് രാവിലെയും 5 സ്കൂളുകൾക്ക് നേരെ ഭീഷണി ഉണ്ടായി. 3 ദിവസത്തിനിടെ ഭീഷണി നേരിട്ട സ്ഥാപനങ്ങളുടെ എണ്ണം 10 എല്ലാം വ്യാജ ഭീഷണിയായിരുന്നുവെന്നും സുരക്ഷാ പരിശോധന പ്രോട്ടോകോൾ പ്രകാരം നടന്നു എന്നും പോലീസ് അറിയിച്ചു. സ്കൂൾ ക്യാമ്പസിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട് എന്നായിരുന്നു സന്ദേശം. NTV UAE to the world.